ഈ ഫോറിൻ പ്ലേയേഴ്സിന്റെ എണ്ണം ആദ്യ സീസണിലൊക്കെ എനിക്ക് തോന്നുന്നു 6 പ്ലേയേഴ്സിന് കളിക്കാൻ കഴിയുമായിരുന്നു, പിന്നീട് അത് 5 ആയി, ഇപ്പോൾ അത് 4 ആയി. ഒരു പക്ഷം പറയുന്നുണ്ട് നമ്മൾ ഫോറിൻ പ്ലേയേഴ്സിനെ കൂടുതൽ കളിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സിന് എന്താ പറയാ അവസരങ്ങൾ ലഭിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അതൊരു വശമാണെങ്കിൽ കൂടെ മറ്റൊരു വശത്തൂടെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഫോറിൻ പ്ലേയേഴ്സിനെ മാക്സിമം നമ്മൾ ആഡ് ചെയ്യണം. ഇവിടെ എന്താ പറയാ, ഇവിടുത്തെ പ്ലേയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് മാറണം, പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി മാറണം. ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ് വളരെ കുറവാണ് ഇന്ത്യയിലെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ ക്ലബിലും ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ് വളരെ കുറവാണ്. കാരണം അവർക്ക് അറിയാം 4 പ്ലേയേഴ്സ് എന്തായാലും ഫോറിനിൽ നിന്ന് വന്ന് ഇവിടെ കളിക്കത്തുള്ളൂ ക്ലബില്, ബാക്കി നമുക്കൊക്കെ എന്തായാലും അവിടെ സ്ഥാനം കാണും, എന്റെ പൊസിഷൻ അവിടെ എന്താ പറയാ സേഫ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സിനെ നമ്മൾ കണ്ടു. കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് കണ്ടു. ഇതിന് മഞ്ഞപ്പട നമ്മൾ സ്റ്റാൻഡിൽ ഇരുന്നിട്ട് കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ പ്ലേ ഫോർ ബാഡ്ജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാൻഡ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ ഇവരങ്ങ് 2 പ്ലേയേഴ്സിനെ ആക്കുമെന്ന് വെച്ചോ, എന്താ ഈ ഫോറിൻ പ്ലേയേഴ്സ് കാണണം മതി, ബാക്കി മൊത്തം ഇന്ത്യക്കാരെ കളിക്കട്ടെ, ഇന്ത്യക്കാർ ഇമ്പ്രൂവ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്നാലും ആ 2 പേര് ചിലപ്പോൾ ഫോർവേഡ് ആയിരിക്കും കളിക്കുന്നത്. അങ്ങനെ എന്തായാലും ഇവിടുത്തെ ക്ലബ്ബുകൾ സൈൻ ചെയ്യത്തുള്ളൂ.